മിമിക്രി എന്ന കലയിൽ ശബ്ദാനുകരണത്തിന് ഏറെ പ്രാഗൽഭ്യം നേടിയിട്ടുള്ള നിരവധി കലാകാരന്മാരെ നാം ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഈ വേദിയിൽ ഞങ്ങൾ ഒരു മിമിക്രി കലാകാരനെ പരിചയപ്പെടുത്തുകയാണ്. കേരളോത്സവത്തിൽ 3 പ്രാവശ്യം 1ാം സമ്മാനം നേടിയ കോഴിക്കോട്ടുകാരൻ ഷൈജു കാലിക്കറ്റ്. ഷൈജു എന്താണ് അവതരിപ്പിക്കാൻ പോകുന്നത്? നമ്മൾ എന്ന് കേൾക്കുന്നതും കേട്ടിട്ട് ശ്രദ്ധിക്കാതെ പോകുന്നതുമായ ഒരുപാട് ശബ്ദങ്ങൾ ഇന്ന് പ്രകൃതിയിലുണ്ട്. അത്തരത്തിലുള്ള ചില ശബ്ദങ്ങളോടെ നമുക്കൊന്ന് കടന്നുചെല്ലാം. പ്രകൃതിയിലെ പലതരത്തിലുള്ള ശബ്ദമാണ് ഷൈജു അവതരിപ്പിക്കുന്നത്. നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യമായി കുറച്ച് പക്ഷികൾ. ഓക്കെ, തുടങ്ങിക്കോ. ഓക്കെ, വളരെ നന്നായിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ മീൻ മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ. നമ്മളല്ല, സ്ത്രീകൾ മീൻ മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത് വന്നിരിക്കുന്ന പൂച്ചയുടെ ശബ്ദമാണ്. കാണുമ്പോൾ സങ്കടം വരും. പൂച്ച അടുത്ത് ഇങ്ങനെ വന്നിരിക്കും. എങ്ങനെ? അപ്പൊ തൊട്ടടുത്ത് മറ്റൊരു പൂച്ച വന്നാൽ ശബ്ദത്തിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ മറ്റേ പൂച്ച വേറെന്താണ്? അടുത്ത രാത്രി കാലങ്ങളിൽ പെൺപൂച്ചയെ തേടി വരുന്ന കാടൻ പൂച്ചയുടെ ശബ്ദം. ശരി, പ്രണയം, ലൈനടി എന്നൊക്കെ ഞങ്ങൾ പറയും. രാത്രി കാലങ്ങളിൽ പെൺപൂച്ചയെ തേടി കാടൻ പൂച്ച ഇങ്ങനെ വരും. എങ്ങനെ വരും? ശരി, അപ്പൊ ഉറക്കമുളച്ചിരുന്ന് ഇതാണ് പരിപാടി. പോട്ടെ. ഈ പ്രണയം എവിടെ അവസാനിച്ചു? അടുത്ത ഈ പ്രസവമാണ്. ആരുടെ? പൂച്ചയുടെയോ? അതെ, എന്റെ ഭാവനയിൽ. ശ്രദ്ധിക്കാം. ഓക്കെ, പൂച്ചയുടെ പ്രസവം. അയ്യോടാ, പാവ ആശുപത്രി പോവാ. ഒന്ന്, 2, 3, 4, 5. കൺഗ്രാജുലേഷൻ, താങ്കൾ ഒരു അച്ഛനായിരിക്കുന്നു. പൂച്ച. അത് വേണ്ട. അടുത്ത പട്ടികളുടെ ശബ്ദമാണ്. പണക്കാരന്റെ വീട്ടിലെ പട്ടിയും പാവപ്പെട്ടവന്റെ വീട്ടിലെ പട്ടിയും കുരയ്ക്കുകൊണ്ടാകുന്ന ശബ്ദ വ്യത്യാസം. ഇതിന് രണ്ടിനും വ്യത്യാസമുണ്ട്. കേൾക്കട്ടെ. ആദ്യമായി ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലെ പട്ടി. അടുത്തൊരു പണക്കാരന്റെ വീട്ടിലെ പട്ടി. ഏതവന്റെ വീട്ടിലെ പട്ടിയായാലും വിശന്ന് കഴിഞ്ഞാൽ ഒരു ശബ്ദം ഉണ്ടാവും. ഏത് പട്ടിയായാലും വിശന്നാൽ ഒരൊറ്റ ശബ്ദം ഉണ്ടാവുള്ളൂ. ആ ശബ്ദം അല്ലേ? ഈ ശബ്ദം. ഓക്കെ. അടുത്ത പണക്കാരന്റെ വീട്ടിലും പാവപ്പെട്ടവന്റെ വീട്ടിലും നടക്കുന്ന പാല് കറവ. പശുവിന്റെ പാല് കറന്നെടുക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. ആദ്യമേ ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലെ കറവ എങ്ങനെയെന്ന് ശ്രദ്ധിക്കാം. പൊട്ടൂല. അല്ലല്ല, അകിടിന്റെ മുകളിൽ വെള്ളാക്കിയതാ. അകിടില് വെള്ളം ഒഴിച്ചതാണ്. അതെ. കറവ തുടങ്ങട്ടെ. നിറഞ്ഞ ഞാനങ്ങ് നിർത്തിക്കോളാം. അടുത്തൊരു പണക്കാരന്റെ വീട്ടിലെ കറവയാണ്. പക്ഷെ എല്ലാ പണക്കാരും ഇങ്ങനെ ചെയ്യാറില്ല. പിശുക്കന്മാരെ പണക്കാർ മാത്രമേ ഇങ്ങനെ ചെയ്യാറുള്ളൂ. അവർ അകിടിന്റെ മുകളിൽ വെള്ളം നാക്കൂല. കറവ അങ്ങോട്ട് തുടങ്ങും. തുടങ്ങട്ടെ. കഴിഞ്ഞു നമ്മൾ വിചാരിക്കും, പക്ഷെ കഴിഞ്ഞില്ല. ഇനിയ പരിപാടി തുടങ്ങാൻ പോകുന്നേ. തുടങ്ങട്ടെ. അമ്മേ,
എന്തോ അകിട്. അവർക്ക് എന്താ അകിട്? കഴിഞ്ഞില്ല, പാത്രം അവിടെ വെച്ച് 2 കൈ കൊണ്ടു. അമ്മേ അമ്മ തീർത്തും പോരട്ടെ. അതെ. ഓ 2 തുള്ളി. ഈ കരച്ചിൽ കേട്ടാലെ കറവ നിർത്തൂ. ഓക്കെ. അടുത്ത കൈക്കുഞ്ഞുങ്ങളുടെ ശബ്ദമാണ്. പ്രസവിച്ച് വീണ ഉടനെയുള്ള കൊച്ചു കുഞ്ഞിന്റെ ശബ്ദം. അതെ. ഓക്കെ. ഈ കുഞ്ഞിന് ഒരു 2-3 മാസം പ്രായം ചെന്ന് കഴിഞ്ഞാൽ ശബ്ദത്തിലുണ്ടാകുന്ന വ്യത്യാസമാണ് അടുത്ത ഐറ്റം. ഓക്കെ. ചില സമയത്ത് ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വെറുതെ വാശി പിടിക്കാതെ കരയും. കരഞ്ഞോണ്ടിരിക്കും, വായിക്ക് ഇങ്ങനെ അടിക്കും. കരയുമ്പോ കൊച്ചുകുട്ടി തന്നെ കൈകൊണ്ട് ഇങ്ങനെ വായിലേക്ക് അടിക്കും. ശബ്ദം. ഓക്കെ. കുഞ്ഞിങ്ങനെ കരഞ്ഞോണ്ടിരിക്കും. നമ്മളെന്ത് ചെയ്യും? നമ്മളെന്ത് ചെയ്യാൻ? സോറി, നമ്മളല്ല, അമ്മമാരെന്ത് ചെയ്യും? അമ്മമാര് താരാട്ടുപാട്ട് പാടും. ഇത് രണ്ടും ഞാൻ ഒരേ സമയത്ത് അവതരിപ്പിക്കും. താരാട്ടുപാട്ടും കൊച്ചു കുഞ്ഞിന്റെ ശബ്ദം ഒരേ സമയം. നോക്കട്ടെ. അങ്ങനെ കുഞ്ഞുറങ്ങി പോകുന്നു. അടുത്തൊരു ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് പ്ലാസ്റ്റിക് പൈപ്പ് കട്ട് ചെയ്യുന്ന ശബ്ദമാണ്. ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് പ്ലാസ്റ്റിക്കിന്റെ പൈപ്പ് കട്ട് ചെയ്യുന്നു. അതെ. ഓക്കെ, നോക്കട്ടെ. ഓക്കെ. ഇതേ ബ്ലേഡ് വെച്ച് പ്ലൈവുഡ് കട്ട് ചെയ്യുന്ന ശബ്ദം. ഇതേ ബ്ലേഡ് ഉപയോഗിച്ച് പ്ലൈവുഡ് കട്ട് ചെയ്യുന്നു. അതെ. കട്ട് ചെയ്തോളൂ. ഇതേ ബ്ലേഡ് വെച്ച് അലൂമിനിയം ചാനൽ കട്ട് ചെയ്യുന്ന ശബ്ദം. അലൂമിനിയം ചാനൽ. അതെ. കട്ട് ചെയ്തോ. അടുത്ത ടീഷർട്ടിന് സിബ് വലിക്കുമ്പോൾ ശബ്ദമാണ്. എങ്ങനെയാണത്? ഈ ടീഷർട്ട് വികൃതിയായ കുട്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിലോ എങ്ങനെയായിരിക്കും? അവർ ടീഷർട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചു കളിക്കും, എന്നിട്ട് കേട് വരുത്തും. കേട് വന്നു കഴിഞ്ഞാലോ എന്തായിരിക്കും സ്ഥിതി? കേടായി പോയല്ലോ മാമ. കേടാക്കിയില്ലേ? അയ്യോ പോയല്ലോ. രക്ഷപ്പെട്ട്. ഒരു സെക്കൻഡ്, ഈ സിബിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാനൊരു കാര്യം ഓർത്തത്. അപ്പോ ഇന്റർവ്യൂ ചെയ്ത സിബിടാതെ ആയിരുന്നല്ലേ? സൂട്ടൊക്കെ ഇട്ട് നിന്നുള്ളൂ, അതൊക്കെ മറന്നുപോയി. അടുത്ത ഈ വികൃതിയായ കുട്ടിയുടെ കയ്യിൽ ഒരു കാറ്റ് നിറയ്ക്കാത്ത ബലൂൺ കിട്ടിയ എന്താ സ്ഥിതി? ശ്രദ്ധിക്കുക, ബലൂൺ കൈ കിട്ടിക്കഴിഞ്ഞാൽ വലിച്ചിങ്ങനെ വിടും. എന്നിട്ട് മതി ഇങ്ങനെ പിടിക്കും, എന്നിട്ട് പൊട്ടിപ്പോവും. പൊട്ടൂല മാമ. പൊട്ടും. പൊട്ടൂല. പൊട്ടും. ഇല്ല. സമാധാനായല്ലോ? പൊട്ടിച്ചപ്പോ സമാധാനായി ആയല്ലോ. ഇനി വീട്ടുകാർ കാണാതെയാണ് അടുത്ത പരിപാടി. എന്താണത്? അതിന്റെ കഷ്ണം എടുക്കുവോ? അതെ അതെ. ഒരു കഷ്ണം എടുത്തിട്ട് എന്നിട്ട് അതിന്റെ കഷ്ണം എടുത്തിട്ട് അടുത്തൊരു തുരുമ്പ് പിടിച്ച ഇരുമ്പ് കപ്പി ഉപയോഗിച്ച് വെള്ളം കോരുമാണ് ശബ്ദമാണ്. തുരുമ്പ് പിടിച്ച ഇരുമ്പ് കപ്പി കൊണ്ട് വെള്ളം കോരുന്നു. അതെ. കോരിക്കോ. ഇനി ബക്കറ്റ് കിണറ്റിലേക്ക് ഇടുകയാണ്. ഇട്ടോ. ഇനി മരത്തിന്റെ ഉരുൾ ഉപയോഗിച്ച് വെള്ളം കോരുമാണ് ശബ്ദം. പണ്ട് കാലങ്ങളിൽ തറവാടുകളിലെല്ലാം കാണാം ഇരുമ്പ് കപ്പിക്ക് പകരം മരത്തിന്റെ കപ്പി, അല്ലേ? അതെ. ഉരുൾ എന്ന് പറയും. ഉരുൾ അത് ഉപയോഗിച്ച് വെള്ളം കോരിക്കോ. ഇനി ബക്കറ്റ് കിണറ്റിലേക്ക് ഇട്ടോ. അവസാനമായി
മരിക്കാൻ പോവാണോ? അല്ല, എന്റെ അവസാനമല്ല, പിന്നെ മിമിക്രിയുടെ അവസാനം. മിമിക്രിയുടെ അവസാനം ഒരു പൂച്ച പാട്ട് പാടുന്ന ഐറ്റമാണ്. ഓക്കെ, നോക്കട്ടെ. ഏത് പാട്ടാ? ക്ലാസ്മേറ്റ്സിലെ എന്റെ കൽബിലെ വെണ്ണിലാവുന്ന ഈ നല്ല പാട്ടുകാരാ. ഈ പാട്ടൊരു പൂച്ച പാടി അങ്ങ് ഉണ്ടാവും. നോക്കട്ടെ, ശ്രദ്ധിക്കാം. ഓക്കെ. ഓക്കെ. അടിപൊളി.